അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 122, അഹ്വാൽ മുതഅല്ലിഖാത്തുൽ ഫീൽ 6, പേജ് നമ്പർ 171, 172. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. وإلا وجب التقدير بحسب القرائن. وإلا അങ്ങനെയല്ലെങ്കിൽ, أي وإن لم يكن الغرض عند عدم ذكر المفعول مع الفعل المتعدي المسند إلى فاعله إثباته لفاعله أو نفيه عنه مطلقا بل قصد تعلقه بمفعول غير مذكور എന്നാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? فإذا لم يذكر المفعول 168 പേജിൽ فإذا لم يذكر المفعول به മഫ്ഊൽ ബിഹി പറയപ്പെട്ടിട്ടില്ലെങ്കിൽ മഅഹു ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ട മുതഅദ്ദിയായ ഫിഇലോടുകൂടെ മഫ്ഊലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ ഫൽ ഖറളു അപ്പോൾ ഖറള് ഇൻകാന ആ ഖറളായാൽ ഇസ്ബാത്തുഹു ലിഫായിലിഹി ഔ നഫിയഹു അൻഹു മുത്ലഖൻ. മഫ്ഊലിനെ പറയാത്ത സ്ഥലത്ത് ലക്ഷ്യം എന്തായി? ഫിഇലിനെ ഫായിലിലേക്ക് സുബൂത്താക്കലാണ്, അല്ലെങ്കിൽ ഫായിലിനെ തൊട്ട് ഫിഇലിനെ നഫി ചെയ്യലാണ് മുത്തലക്കൻ. ആ ഇസ്ബാത്തും നഫിയും തന്നെ മുത്തലക്കായ നിലയിൽ എന്ന് പറഞ്ഞാൽ ഫിഇലിൽ ഉമൂമു ഖുസൂസിനെ ഇഅ്തിബാർ ചെയ്യുന്നില്ല, ഒരു മഫ്ഊലിനോടുള്ള തഅല്ലുഖിനെയും ഇഅ്തിബാർ ചെയ്യുന്നില്ല. അങ്ങനെയായാൽ മുതഅദ്ദിയായ ഫിഇലിനെ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കും എന്ന് പറഞ്ഞു. ഇല്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ ഖറള് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ അല്ല. അത് വഇല്ലം യകുനിൽ ഖറളു ഇൻദ അദമി ദിക്രിൽ മഫ്ഊലി മഅൽ ഫീലിൽ മുതഅദ്ദി അൽ മുസ്നദി ഇലാ ഫായിലിഹി. ഐ വഇല്ലം യകുനിൽ ഖറളു ലക്ഷ്യം അല്ലെങ്കിൽ ഇൻദ അദമി ദിക്രിൽ മഫ്ഊലി മഫ്ഊലിനെ പറയപ്പെടാത്ത സമയത്ത് ലക്ഷ്യം അല്ലെങ്കിൽ ആരോടുകൂടെ? മഅൽ ഫിഇലിൽ മുതഅദ്ദി മുതഅദ്ദിയായ ഫിഇലോടുകൂടെ മഫ്ഊലിനെ പറയപ്പെടാത്ത സമയത്ത് ലക്ഷ്യം അല്ലെങ്കിൽ എങ്ങനത്തെ മുതഅദ്ദിയായ ഫിഇലാണ്? അൽ മുസ്നദി ഇലാ ഫായിലിഹി, ആ ഫിഇലിനെ അതിന്റെ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിഇലോടുകൂടെ മഫ്ഊലിനെ പറയപ്പെടാത്ത സമയത്തുള്ള ലക്ഷ്യം അല്ലെങ്കിൽ എന്തല്ലെങ്കിൽ? ഇസ്ബാത്തുഹു ലിഫായിലിഹി ഔ നഫിയഹു അൻഹു മുത്ലഖൻ. ഫിഇലിനെ ഫായിലിലേക്ക് സുബൂത്താക്കലല്ല, അല്ലെങ്കിൽ ഫായിലിനെ തൊട്ട് ഫിഇലിനെ നഫി ചെയ്യലുമല്ല മുത്ലഖൻ. മുത്ലഖായ നിലയിലുള്ള ഇസ്ബാത്തോ നഫിയോ അല്ല. അതായത് മുതഅദ്ദിയായ ഫിഇലോട് കൂടെ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ട മുതഅദ്ദിയായ ഫിഇലോട് കൂടെ മഫ്ഊലിനെ പറയപ്പെടാത്ത സമയത്തുള്ള ലക്ഷ്യം എന്തല്ല? മുത്ലഖൻ സുബൂത്താക്കലോ നഫി ചെയ്യലോ അല്ല. പിന്നെന്താണ്? ബൽ ഖുസിദ തഅല്ലുഖുഹു ബിമഫ്ഊലിൻ ഗൈരി മദ്കൂരിൻ. ബൽ എങ്കിലും ഖുസിദ തഅല്ലുഖുഹു ആ ഫിഇലിനെ ബന്ധിപ്പിക്കലിനെ കരുതപ്പെട്ടു ബിമഫ്ഊലിൻ ഗൈരി മദ്കൂരിൻ മദ്കൂർ അല്ലാത്ത പറയപ്പെടാത്തൊരു മഫ്ഊലിനോട് ഫിഇലിനെ ബന്ധിക്കലിനെ കരുതപ്പെട്ടു. ഏതായാലും ഇവിടെ മഫ്ഊലിനെ പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത സമയത്തുള്ള ലക്ഷ്യം എന്തല്ല? മുത്തലക്കൻ സുബൂത്താക്കലോ മുത്തലക്കൻ നഫി ചെയ്യലോ അല്ല. പിന്നെ എന്താണ്? ഒരു
മദ്കൂറല്ലാത്ത മഫ്ഊലിനോട് ഈ ഫിഇല് ബന്ധിക്കലിനെ കരുതപ്പെട്ടാൽ വജബത്ത് തഖ്ദീറു, മഫ്ഊലിനെ തഖ്ദീർ ചെയ്യൽ നിർബന്ധമാണ്. ബിഹസബിൽ ഖറാഇനി, ഖരീനത്തുകളുടെ അവസ്ഥ അനുസരിച്ച് മഫ്ഊലിനെ സങ്കല്പിക്കൽ നിർബന്ധമാണ്. എങ്ങനത്തെ ഖരീനത്തുകൾ? അദ്ദാലത്തി, ആ ഖരീനത്തുകൾ അറിയിക്കും അലാ തഅയീനിൽ മഫ്ഊലി, മഫ്ഊല് ഇന്നതാണ്, മഫ്ഊലിന്റെ നിർണയത്തിന്റെ മേൽ അറിയിക്കുന്ന ഖരീനത്തുകളുടെ തോതനുസരിച്ച് സങ്കല്പിക്കൽ നിർബന്ധമാണ്. ഇൻ ആമൻ, ആ ഖരീനത്ത് കൊണ്ട് അറിയിക്കപ്പെട്ട മഫ്ഊല് ആമാണെങ്കിൽ ഫആമുൻ, അപ്പോൾ മുഖദ്ദറായ ലഫ്ള് ആമുൻ ആമായിരിക്കും. ഇൻ ആമൻ ഫആമുൻ. ഖരീനത്ത് കൊണ്ട് അറിയിക്കപ്പെട്ട മഫ്ഊല് ആമാണെങ്കിൽ ഫആമുൻ, അപ്പോൾ മുഖദ്ദറായ ലഫ്ളാകുന്നത് ആമുൻ ആമാണ്. അതേതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു തആല ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു, അതായത് എല്ലാവരെയും. അവിടെ ഖരീനത്ത് കൊണ്ട് അതിന്റെ ആ കലാം പരിശോധിച്ചു നോക്കുമ്പോൾ യദഉ എന്നതിന്റെ മഫ്ഊല് ഒരു ആമാണെന്ന് മനസ്സിലാകും, ഖരീനത്ത് കൊണ്ട് മനസ്സിലാകും. അപ്പോൾ അവിടെ കാരണം ഒരു പ്രത്യേകമായ ആളുകളെ അല്ലാഹു തആല ദാറുസ്സലാമിലേക്ക് വിളിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എല്ലാവരെയും ആണ് എന്ത് അല്ലാഹു തആല ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ അവിടെ ഒരു ആമായ മഫ്ഊലിനെ സങ്കല്പിക്കണം. ഐ കുല്ല വാഹിദിൻ. വഇൻ ഖാസൻ ഫഖാസുൻ, ആ ഖരീനത്ത് കൊണ്ട് അറിയിക്കപ്പെടുന്ന മഫ്ഊല് ഖാസാണെങ്കിൽ ഫഖാസുൻ, അപ്പോൾ സങ്കല്പിക്കപ്പെടുന്ന മുഖദ്ദറായ ലഫ്ള് ഖാസായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, അവിടെ ബഅസഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മൗസൂലയിലേക്കുള്ള സിലയിൽ നിന്നുള്ള ലമീറിനെ അവിടെ കളഞ്ഞിട്ടുണ്ട്, അതാണ് മഫ്ഊല്. അത് കളയൽ അൽഫയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. വൽഹദുഫു ഇൻദഹും കസീറുൻ മുൻജലി ഫി ആയിദിൻ മുത്തസിലിൻ ഈനിൻ തസബ് ബിഫിഇലിൻ ഔ വസിഫിൻ കമൻ നർജൂഹു യഹബ്. അവിടെ നർജൂഹു വൽഹദുഫു ഇൻദഹും കസീറുൻ, ആയിദിനെ സിലയിൽ നിന്ന് മൗസൂലയിലേക്ക് മടങ്ങുന്ന ആയിദിനെ കളയൽ കസീറാണ്, മുൻജലി അത് വ്യക്തമായതുമാണ്. ഫി ആയിദിൻ, ഒരു ആയിദിൽ, മുത്തസിലായ ആയിദിൽ, ഇനിൻ തസബ ബിഫീലിൻ ഔ വസ്ഫിൻ, ഫീൽ കൊണ്ടോ വസ്ഫ് കൊണ്ടോ നിസ്ബ് സിദ്ധിച്ചാൽ കമൻ നർജു യഹബ് എന്ന് പറയും പോലെ നർജൂഹു. അതുപോലെ ബഅസഹു, അവിടെ ഖരീനത്തുകൊണ്ട് മനസ്സിലാകും ഇവിടെ സങ്കല്പിക്കപ്പെടേണ്ടത് ഒരു ഖാസായ മഫ്ഊലിനെയാണ്. കാരണം മൗസൂൽ എന്താണ്? സിലയിൽ നിന്ന് മൗസൂലയിലേക്ക് ഒരു ആയിദിനെ ആവശ്യപ്പെടുന്ന ഒന്നാണല്ലോ മൗസൂല്. അപ്പൊ ഇവിടെ അഹാദ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാകും ഇവിടെ മുഖദ്ദറായ മഫ്ഊല് ഒരു മഖ്സൂസായ മഫ്ഊലാണ്, ഒരു ഖാസായ മഫ്ഊലാണെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? മാ റഅയ്തു മിൻഹു വലാ റഅ മിന്നി, റസൂലിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല, റസൂൽ എന്നിൽ നിന്ന് കണ്ടിട്ടുമില്ല. എന്തിനെ? അവിടെ ഒരു ആമായ മഫൂലിന് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കലാമാണത്. അയ്യൽ ഔറത്ത എന്നാണല്ലോ ഉള്ളത്. അവിടെയൊക്കെ മഫൂലിനെ കളയാൻ പറ്റിയ സ്ഥലമാണ്.
പല ആവശ്യങ്ങൾക്ക് വേണ്ടി മഫൂലിനെ കളയും. അത് അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. വഹദ്ഫ ഫളിലത്തിൻ അജ്സി ഇല്ലം യദിർ. ഒരുപക്ഷെ ലഫ്ലിയായ ആവശ്യത്തിന് വേണ്ടി മഫൂലിനെ കളയും. മാ വദ്ദഅക റബ്ബുക വമാ ഖലാക, അവിടെ മഫൂലിനെ കളഞ്ഞു. ഇവിടെ ഫീലോടുകൂടെ മഫൂലിനെ പറയാത്ത സ്ഥലമാണ്. ഇവിടെ സങ്കല്പിക്കൽ നിർബന്ധമാണ്. അവിടെ ഫവാസിൽ ആയത്തുകളുടെ ആഖിർ ഒക്കാൻ വേണ്ടി മുനാസബത്തിന് വേണ്ടി കളഞ്ഞതാണത്. അതുപോലെ തന്നെ ഈജാസിന് വേണ്ടിയും കളയും, ഒരു മഅനവിയായ ആവശ്യത്തിന് വേണ്ടിയും കളയും. അങ്ങനെ പല ആവശ്യങ്ങൾക്കും മഫൂലിനെ കളയുമെന്ന് അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. വഹദ്ഫ ഫളിലത്തിൻ നജ്സി ഇല്ലം യദിർ കഹദിഫി മാ സീഖാ ജവാബൻ ഔ ഹിസ്റ ബൈത്ത് ഒന്ന് മുത്താല ചെയ്താൽ അത് മനസ്സിലാകും. ഇൻ ആമൻ എന്ന് പറഞ്ഞത് ഫആമുൻ വ ഇൻ ഖാസൻ ഫഖാസുൻ. ആമൻ എന്നുള്ളത് മഅ്ദൂഫായ ഒരു കാനന്റെ ഖബർ. കാനിനെയും അതിന്റെ ഇസ്മിനെയും കളഞ്ഞിട്ട് ഖബറിനെ മാത്രം അവർ ബാക്കിയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വയഹ്ദിഫൂനഹാ വയുബ്ഖൂനൽ ഖബർ വബഅദ ഇൻ വലൗ കസീറൻ ദസ്തഹർ. ഇന്നിന്റെ ശേഷവും ലൗവിന്റെ ശേഷവും കാനിനെയും അതിന്റെ ഇസ്മിനെയും കളഞ്ഞിട്ട് ഖബറിനെ മാത്രം ബാക്കിയാക്കൽ അത് മഷ്ഹൂറാണ്. പിന്നെ വലം അപ്പൊ അങ്ങനെയാണ്. വജബ തഖ്ദീറു ബിഹസ്ബിൽ ഖറായിനി. ഖരീനത്തുകളുടെ നിലപാടനുസരിച്ച് മഫ്ഊലിനെ സങ്കല്പിക്കൽ നിർബന്ധമാണ്. അദ്ദാലത്തി, എങ്ങനത്തെ ഖരീനത്തുകളാണ് അത് അറിയിക്കുന്നുണ്ട്. അലാ തഅയീനിൽ മഫ്ഊലി, മഫ്ഊലിനെ നിർണയിക്കലിന്റെ മേൽ അറിയിക്കുന്ന ഖരീനത്തുകളുടെ തോതനുസരിച്ച്. ഇൻ ആമൻ, ആ ഖരീനത്തുകൊണ്ട് അറിയിക്കപ്പെടുന്ന മഫ്ഊലാണ് മഫ്ഊല് ആമൻ, ആമാണെങ്കിൽ ഫആമുൻ, മുഖദ്ദറായ ലഫ്ദ് ആമാണ്. വ ഇൻ ഖാസൻ, ഖരീനത്ത് കൊണ്ട് അറിയിക്കപ്പെടുന്ന ലഫ്ദ് ഖാസാണെങ്കിൽ ഫഖാസുൻ, മുഖദ്ദറായ ലഫ്ദ് എന്നാണ്, ഖാസാണ്. വലമ്മ വജബ തഖ്ദീറു, തഖ്ദീർ നിർബന്ധമായപ്പോൾ തഅയ്യന അന്നഹു മുറാദുൻ, നിർണയമായി അന്നഹു മുറാദുൻ, ആ മഫ്ഊൽ മുറാദാണ്. വ മഹ്ദൂഫുൻ മിനൽ ലഫ്ദി, ലഫ്ദിൽ നിന്നതിനെ കളയപ്പെട്ടതുമാണ്. ലിഗറദിൻ, ചില ആവശ്യത്തിന് വേണ്ടി കളയപ്പെട്ടതാണ്. ഫഅശാറ, അപ്പോൾ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു, ഇലാ തഫ്സീലിൽ ഗറദി, ആ ഗറദിനെ വിശദീകരിക്കുന്നതിലേക്ക് മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു. ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്. എന്താണ് ഖൗല്? സുമ്മൽ ഹദ്ഫു, പിന്നെ ഈ മഫ്ഊലിനെ കളയൽ. അതായത് മുത്തഅദ്ദിയായ ഫീലോട് കൂടെയാണല്ലോ മഫ്ഊലിനെ പറയാതിരുന്നത്. അവരുടെ ലക്ഷ്യം എന്തല്ല? മുത്തലക്കൻ സുബൂത്താക്കലല്ല. മുത്തലക്കൻ അത് മൂജബായ കലാമില്, മുത്തലക്കൻ നഫി ചെയ്യലുമല്ല, അത് ഗൈറു മൂജബായ കലാമില്. പിന്നൊരു മഖ്സൂസായ അല്ല, ഒരു മദ്കൂർ അല്ലാത്ത മഫ്ഊലിനോട് ബന്ധിക്കലിനെ കരുതപ്പെട്ടാൽ അവിടെ തഖ്ദീർ ചെയ്യൽ നിർബന്ധമാണ്. അതാണ് നമ്മുടെ മസ്അല. അപ്പോൾ തഖ്ദീർ ചെയ്യൽ നിർബന്ധമായപ്പോൾ മഫ്ഊൽ മുറാദാണ് എന്നും ലഫ്ളിൽ നിന്ന് കളയപ്പെട്ടതാണ് എന്നും നിർണയമായി. തഅയ്യന അന്നഹു മുറാദുൻ, ആ മുഖദ്ദറായ മഫ്ഊൽ മുറാദാണ്. തഅയ്യന, നിർണയമായി, നിജമായി, അന്നഹു മുറാദുൻ, ആ മുഖദ്ദറായ മഫ്ഊൽ മുറാദാണ്. വ മഹ്ദൂഫുൻ മിനൽ ലഫ്ളി, ലഫ്ളിൽ നിന്ന് കളയപ്പെട്ടതുമാണ്. ലിഗറദിൻ, ചില ആവശ്യത്തിന് വേണ്ടി. ഫഅശാറ ഇലാ തഫ്സീലിൽ ഗറദി, ആ ഗറദിനെ വിശദീകരിക്കുന്നതിലേക്ക് മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു. ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്. എന്താണ്? സുമ്മൽ ഹദ്ഫു, പിന്നെ ഈ കളയൽ ഇമ്മാലിൽ ബയാനി ബഅദൽ ഇബ്ഹാമി, ഒന്നിരിക്കൽ ഇബ്ഹാമിന്റെ ശേഷം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒന്ന് മുബ്ഹമാക്കി പറഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുക?
ഒന്ന് ബയാൻ ചെയ്യുക. ആദ്യം അവ്യക്തമാക്കി പറയുക, വ്യക്തമാക്കാതെ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇബ്ഹാമിന്റെ പിന്നിൽ ബയാൻ. കമാഫി ഫിഇലിൽ മശീഅത്തി വൽ ഇറാദത്തി, മശീഅത്ത് ഇറാദത്തിന്റെ ഫിഇലിൽ ഉള്ളതുപോലെ, വനഹിവിഹിമ അത് രണ്ടും പോലത്തെ ഫീലുകളിലും ഉള്ളതുപോലെ, അതുപോലത്തെ മഹബത്ത് പോലെയുള്ള ഫീലുകൾ. എപ്പോൾ ഇദാ വഖഅ ശർത്തൻ, ആ ഫിഇല് ഷർത്തായിട്ട് വന്നാൽ, അപ്പോൾ ഷർത്തും ജവാബും എന്താണ്? ഈ മഫ്ഊലിനെ മേൽ അറിയിക്കും കേട്ടോ. ഷർത്തായിട്ട് വന്നാൽ ഫഇന്നൽ ജവാബ് യദുല്ലു അലൈഹി, ആ മഫ്ഊലിന്റെ മേൽ അറിയിക്കും. വയുബയ്യിനുഹു, ആ മഫ്ഊലിനെ വെളിവാക്കി തരുകയും ചെയ്യും. ആര്? ഈ ജവാബ്. അപ്പോൾ മശീഅത്തിന്റെ ഫീല് അല്ലെങ്കിൽ ഇറാദത്തിന്റെ ഫീല് അതുപോലെയുള്ള മഹബത്തിന്റെ ഫീലുകളെല്ലാം ഷർത്തായിട്ട് വരുമ്പോൾ ജവാബ് ആ മഫ്ഊലിന്റെ മേൽ അറിയിക്കും. അപ്പൊ ഷർത്തായിട്ട് വരുമ്പോൾ മുബ്ഹമായിട്ട് അറിയിക്കും, ജവാബ് അത് മുബയ്യനായിട്ടും അറിയിക്കും. ഷർത്തായിട്ട് വരുമ്പോൾ മുബ്ഹമായി മഫ്ഊലിനെ അറിയിക്കും, ജവാബ് മുബയ്യനായിട്ടും അറിയിക്കും. അപ്പൊ ജവാബ് മുബയ്യനായി, മഫ്ഊലിനെ വെളിവാക്കി തരുന്നതായി. ലാകിന്നഹു, പക്ഷേ എങ്കിലും, അതെ, ലാകിന്നഹു എങ്കിലും കാര്യം, ഇന്നമാ യുഹ്ദഫു, ഈ മഫ്ഊലിനെ കളയപ്പെടും. മശീഅത്തിന്റെ ഫീലിലും ഇറാദത്തിന്റെ ഫീലിലും എല്ലാം മഫ്ഊലിനെ കളയപ്പെടുന്നത് എപ്പോഴാണ്? മാലം യകുൻ തഅല്ലുഖുഹു ബിഹി, ഐ തഅല്ലുഖു ഫിഇലിൽ മശീഅത്തി, മശീഅത്തിന്റെ ഫിഇലിന്റെ തഅല്ലുഖ് ആകാതിരിക്കുമ്പോൾ, ബിൽ മഫ്ഊലി, മഫ്ഊലിനോടുള്ള തഅല്ലുഖ് ഗരീബാകാതിരിക്കുമ്പോഴാണ് കളയുക. ഗരീബായാൽ ജവാബ് അറിയിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ ഗരീബായാൽ കളയല് അവിടെ സാധാരണ കളയാറില്ല. കാരണം ഗരീബായതുകൊണ്ട് മഫ്ഊൽ ഒന്ന് ഹൃദയത്തിൽ പതിയാൻ വേണ്ടിയിട്ട് അവിടെ മഫ്ഊലിനെ പറയും. ഗരീബായോടത്ത് കരീരത്തില്ലാത്തത് കൊണ്ടല്ല, അവിടെയും ജവാബ് അറിയിക്കും. എങ്കിലും ഈ ഫീല് മഫ്ഊലോട് ബന്ധിക്കൽ സാധാരണ ഇല്ലാത്തതാണെങ്കിൽ, ഒരു അസാധാരണ സംഭവമാണെങ്കിൽ അവിടെ മഫ്ഊലിനെ കളയൂല മശീഅത്ത് ഇറാദത്തിന്റെ ഫീലിൽ. അതാണ് മാലം ഇന്നമാ ലാകിന്നഹു എങ്കിലും കാര്യം, ഇന്നമാ യുഹ്ദഫു, ആ മഫ്ഊലിനെ കളയപ്പെടും. മാലം യകുൻ തഅല്ലുഖുഹു ബിഹി, ആ മശീഅത്തിന്റെ ഫിഇല് അല്ലെങ്കിൽ ഇറാദത്ത് വനഹിവിഹിമ അത് രണ്ടും പോലത്തതിന്റെ ഫിഇല് ആ ഫീലിന്റെ ബന്ധം ആകാതിരിക്കുമ്പോൾ, ബിഹി ആ മഫ്ഊലിനോടുള്ള ബന്ധം, ഐ തഅല്ലുഖു ഫിഇലിൽ മശീഅത്തി ബിൽ മഫ്ഊലി, മശീഅത്തിന്റെ ഫിഇലിന്റെ തഅല്ലുഖ് ആകാതിരിക്കുമ്പോൾ, ബിൽ മഫ്ഊലി മഫ്ഊലിനോടുള്ള തഅല്ലുഖ് ഗരീബൻ, അത് ഗരീബാകാതിരിക്കുമ്പോഴാണ് കളയല്. സാധാരണ ബന്ധിക്കുന്ന ഒരു മഫ്ഊലല്ല, ഒരു അസാധാരണ സംഭവമാണ്. അങ്ങനെ തൊടുത്ത് കളയൂല, കരീനത്തില്ലാത്തത് കൊണ്ടല്ല. നഹ്വു ഫലൗ ശാഅ ലഹദാകും അജ്മഈൻ, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ലഹദാകും അജ്മഈൻ, നിങ്ങളെല്ലാവരെയും ഹിദായത്തിലാക്കുമായിരുന്നു. അപ്പോൾ ഫലൗ ശാഅ എങ്ങനെ ഉദ്ദേശിച്ചാൽ,
നിങ്ങളെ ഹിദായത്താക്കാൻ ഉദ്ദേശിച്ചാൽ ലഹദാക്കും അജ്മഈൻ എന്ന ജവാബ് മനസ്സിലാക്കി തന്നു. ഫലൗഷ അന്ന മഫൂല് ഹിദായത്തക്കും എന്നാണെന്ന്. ഐ ലൗഷ ഹിദായത്തക്കും ലഹദാക്കും അജ്മഈൻ എന്നാണ്. ഫൈനഹു ലമ്മാ ഖീല, ഫൈനഹു തീർച്ചയായിട്ടും കാര്യം, ലമ്മാ ഖീല പറയപ്പെട്ടപ്പോൾ, ലൗഷ എന്ന് പറഞ്ഞപ്പോൾ, ലൗഷ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അലിമ സാമിഉ സാമിഉ മനസ്സിലാക്കും എന്ത്, അന്ന ഹുനാക ശൈഅൻ അവിടത്തിൽ ഒരു ഷൈ ഉണ്ട്. അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, മുതഅദ്ദിയായ ഫീലാണല്ലോ, അപ്പോൾ അവിടെ ഒരു ഷൈ ഉണ്ട് എന്ന് മനസ്സിലായി. എന്തിനെന്ന് ആർക്കും ഊഹിക്കും. എങ്ങനത്തെ ഷൈ? ഉല്ലിഖത്തിൽ മശീയത്തു അലൈഹി, മശീഅത്ത് ആ ഷൈഇനോട് ബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഷൈഅ് അവിടെയുണ്ട്. ഉദ്ദേശം, അല്ലാഹുവിന്റെ ഉദ്ദേശ്യം ബന്ധിച്ച ഒരു ഷൈഅ് അവിടെ ഉണ്ട് എന്ന് സാമിഇ മനസ്സിലാക്കും. ലാകിന്നഹു മുബ്ഹമുൻ, ആ ഷൈഅ് എന്താണ്? അവ്യക്തമാണ്, മുബ്ഹമാണ്, പറയാത്തത് കൊണ്ട് മുബ്ഹമായി. ഫൈദാ ജിഅ ബി ജവാബി ഷർത്തി, ഷർത്തിന്റെ ജവാബിനെ കൊണ്ടുവന്നപ്പോൾ, സാറ ആ ഷൈആയി മുബയ്യനൻ വ്യക്തമാക്കപ്പെട്ടതായി. ലഹദാക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഹിദായത്തിലാക്കുമായിരുന്നു അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അപ്പൊ അല്ലാഹ് ഉദ്ദേശിക്കൽ എന്തിനെ തന്നെയാണ്? നിങ്ങളെ ഹിദായത്തിലാക്കലിനെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും കേട്ടോ. വഹാദ, ഇത് ഇങ്ങനെ പറയൽ, ഔ ഖൗഫിൻ നഫ്സി, അത് മനസ്സിൽ കൂടുതൽ പതിയുന്നതും ഹൃദയത്തിൽ എളുപ്പത്തിൽ സ്ഥലം പിടിക്കുന്നതുമാണ്. കാരണം ഫലൗഷ അല്ലാഹ് ഉദ്ദേശിച്ചാൽ, അപ്പൊ അല്ലാഹു തആല എന്തോന്നിനും ഉദ്ദേശിച്ചല്ലോ എന്നിങ്ങനെ, അത് എന്താണത് എന്നവൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ലഹദാക്കും അജ്മഈൻ, നിങ്ങളെ എല്ലാവരെയും അല്ലാഹു തആല ഹിദായത്തിലാക്കുമായിരുന്നു എന്ന് അവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ മനസ്സിലായി, നഫ്സിൽ കൂടുതൽ എളുപ്പത്തിൽ അത് പതിയുന്നതും മനസ്സിൽ അത് സ്ഥലം പിടിക്കുന്നതുമാണ് കേട്ടോ.